ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നല്ലൊരു വൈകുന്നേരമാണേ. അപ്പോൾ ഞാൻ ചെടിയൊക്കെ നനച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ചെടികളാണ്. അതിൻ്റെ കൂടെ നല്ല കാടും കയറിയിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ ഇടയ്ക്ക്. ആ മഴ പെയ്തപ്പോഴത്തേന് ചെടി വളരുന്നതിനേക്കാളും കൂടുതലായിട്ട് കാട് വളർന്ന് കിടപ്പുണ്ട്. ഇത് നമ്മൾ മിറ്റൊന്നും അല്ല, ഇത് നമ്മളെ തോട്ടത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്ര പുല്ല് പറിച്ച് കളഞ്ഞാലും വളർന്നു കയറി വരികയുള്ളൂ. അപ്പൊ എന്താ സംബന്ധിച്ചാൽ ഇപ്പൊ ഞാൻ എടുക്കുന്നുണ്ടില്ലേ, അതിന്റെ ഇടയിൽ ഒരു ചെടിയുണ്ട്. ആ ചെടി ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ പിന്നെ അവിടെ എടുത്ത് വെച്ചേക്കുന്നതാ. അത് നശിച്ചു പോവാറായി. അപ്പൊ അതുകൊണ്ട് അതൊന്ന് റീപോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ആ ചെടി ഏതാന്നല്ലേ, അതിന്റെ പേര് കാർപ്പറ്റ് സെഡം എന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ നീഡിൽ സ്റ്റോൺ ക്രോപ്പ് എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴത്തേന് നമ്മൾ എന്താണെന്ന് വിചാരിക്കും. അത് പറഞ്ഞു തന്നാൽ നമ്മുടെ 10 മണി ചെടിയില്ലേ, ഒരു സൂചി കണക്കിരിക്കുന്ന ഇലയുള്ള 10 മണി ചെടി, ആ ചെടിയുടെ കണക്കിരിക്കുന്ന ഒരു ഇല. പക്ഷെ ഇതിനകത്ത് പൂവൊന്നും വരത്തില്ല. ഇതൊരു പിന്നെ സെക്കുലന്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ടൈപ്പ് ചെടിയാ. കാരണം ഇതിന്റെ ഇലകളിലൊക്കെ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള കഴിവുള്ള ഒരു ചെടിയാണ് ഇത്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഇത് ഇങ്ങനെ വെച്ചേക്കുക. ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോകും. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെക്കണം. വേറൊന്നുമല്ല, ഈ ചെടി ഇങ്ങനെ ഞാൻ ഹാങ് ചെയ്തിട്ടിരുന്നത് നല്ല ബുഷിയായിട്ട് ഈ ചട്ടി നിറഞ്ഞു നിന്ന ചെടിയായിരുന്നു. അപ്പോൾ ഈ ഞങ്ങൾക്ക് വീട് പണി നടക്കുന്ന സമയത്ത് വർക്കേഴ്സ് ആരോ വന്നിട്ട് അത് എന്തോ ബലം പ്രയോഗിച്ച് എന്തോ തടിയോ എന്തെങ്ങാണ്ട് അതിന്റെ മുകളിലൂടെ ഇട്ട് അത് താഴെ വീണു. നല്ല നല്ല ക്വാളിറ്റിയുള്ള ചട്ടിയായിരുന്നു. പക്ഷെ ചട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ആ ഹാങ് ചെയ്തിരുന്ന ഹുക്കുണ്ടല്ലോ, ആ ഹുക്ക് ഒടിഞ്ഞുപോയി. അത് താഴെ വീണിട്ട് അത് അവിടെ തന്നെ കുറച്ച് ദിവസം കിടന്നു. കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ. അങ്ങനെ ഞാൻ അതെടുത്ത് അവിടെ ഒരു സൈഡിൽ വെച്ചിരുന്നതാണ്. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നശിച്ചു. അപ്പൊ ഈ ചെടിയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അതിനായിട്ട് ഞാൻ ഒരു ഹാങ്ങിങ് പോട്ട് തന്നെ എടുത്തത്. ഇത് ഹാങ്ങിങ് പോട്ടിൽ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പരന്ന ചട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ചട്ടികളിലൊക്കെ നടാം. അതെന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ ചെടിയെ സംബന്ധിച്ച് ഇതിന് മണ്ണ് അത്ര പ്രധാനമുള്ള കാര്യമല്ല. കാരണം ഇതിന്റെ വേരുകൾ കുറച്ച് മാത്രമേ മണ്ണിലേക്ക് ഇറങ്ങുള്ളൂ. ഒരു കുഞ്ഞു ഭാഗം മാത്രമേ വേര് മണ്ണിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ ഹാങ്ങിങ് ആയിട്ട് നടുന്നത് കൊണ്ടും അല്ലാത്ത നട്ടു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ നടുന്നത്. അപ്പൊ ഹാങ്ങിങ് പ്ലാന്റുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹാങ്ങിങ് പോട്ട് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് വെയിറ്റ് കുറഞ്ഞ പോട്ട് മിക്സ് ഉപയോഗിക്കാൻ ശ്രമിക്കണം. കാരണം ചട്ടി നമ്മൾ തൂക്കിയിടുമ്പോൾ അത് വെയിറ്റ് കുറവാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു ചട്ടിയുടെ അടിയിൽ. അത് കഴിഞ്ഞ് പോട്ട് മിക്സ് നിറച്ചു കൊടുത്തു. കരിയില കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് അഴുകി അത് വളമായിട്ട് മാറും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചട്ടിയിൽ പോട്ടി മിക്സ് നന്നായിട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഫുള്ളായിട്ട് ഇടുന്നുണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ കരിയില ദ്രവിച്ച് മണ്ണ് ഇരുന്നു പോവും, അടിയിലേക്ക് ഇരിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ചെടിയെ സംബന്ധിച്ച് ഇത് നന്നായിട്ട് പടർന്ന് നല്ല കാർപ്പറ്റ് കണക്കിരിക്കും. അപ്പൊ അതിന്റെ ഇടയിലൂടെ നമുക്ക് പോട്ട് മിക്സ് ഇട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ്. വളരെ നേർത്ത ഒരു ടൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു തരം തണ്ട ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന് റിസ്ക് എടുക്കാത്ത നല്ലത്. അപ്പം ഞാൻ ഇതിന്റെ ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒടിച്ചെടുത്തിട്ട് ഞാൻ ഈ ചട്ടിയിൽ നട്ടു കൊടുക്കാം. പോട്ടി മിക്സ് നമ്മൾ ഉപയോഗിച്ച എന്തൊക്കെയാന്ന് വെച്ചാല്, മേൽമണ്ണ്, കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, സാഫ് ആന്റി ഫംഗൽ പൗഡറാണ് അത്. കാരണം ഈ ചെടി നമ്മൾ തോനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അഴുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ സാഫും കൂടി ഇട്ട്. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ കുറച്ച് അകലത്തിൽ ഞാൻ ഇങ്ങനെ നട്ടുകൊടുത്തു. അടുപ്പിച്ച് തന്നെ നട്ടുകൊടുത്തത്. കാരണം നല്ല ചട്ടി നിറഞ്ഞിങ്ങനെ വരണമല്ലോ. അപ്പൊ അതിനായിട്ട് നട്ടുകൊടുത്തു. പിന്നെ ഈ ചെടിയുടെ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ, ഇതിന് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കണം. കാരണം ഇതിന്റെ ഇലകള്
ഇങ്ങനെ തണ്ടില് അടുത്തടുത്തടുത്ത് ഇലകൾ വരണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൽ ഇരുന്നാൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. ഇല്ല, നമ്മളൊരു തണലത്ത വെച്ചേക്കുന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും, സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് ചെരിഞ്ഞ് വളരും. അപ്പോൾ ഇതിന്റെ തണ്ടിന് നീളം കൂടും, അതിന്റെ ഇലകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടും. അപ്പൊ ഈ ചെടി കാണാൻ ഒരു ഭംഗി ഉണ്ടാവൂല, അപ്പൊ അത്ര ബുഷിയായിട്ട് വരുമില്ല. അപ്പൊ അതുകൊണ്ട് എന്താ, നമ്മൾ സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ ചെടി വെക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് പിന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും ഞാൻ അത്ര അങ്ങോട്ട് ഇത് പറയുന്നില്ല, കാരണം അത്ര ഒരു ഭംഗി ഉണ്ടാവൂല. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാഴ്ച വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ഈ ചെടിക്ക് ഒന്നും സംഭവിക്കില്ല, വാടി പോകുന്നുമില്ല. കാരണം ഇതിന്റെ ഇലകളിലൊക്കെ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു സക്കുലന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണെന്നുള്ളത്. അപ്പൊ ഞാൻ ഇതെല്ലാം ഇങ്ങനെ നട്ടുകൊടുത്തു. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തോനെയും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലും ഇതിനകത്ത് വെള്ളീച്ചയുടെയും അതേപോലെ അഴുകൽ രോഗവും ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് മണ്ണ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഞാന് ചെടി ഇത് ഒരു വിധമൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് നട്ടു. ഇനി ഈ പഴയ ചട്ടിയിൽ ഇരിക്കുന്ന ചെടി തന്നെ കുറേ ചട്ടികളിൽ നടാൻ വേണ്ടിയിട്ടുള്ള ചെടികളുണ്ട് അതിനകത്ത്. അപ്പൊ അത് ഞാൻ മെല്ലെ വേറെ 2-3 ചട്ടികളിലായിട്ട് നടുന്നതാണേ. നമ്മൾ ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു തൂണ് ഒരു എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ചെറിയ ബേസിൻ കണക്കുള്ള പരന്ന പാത്രങ്ങളിലൊക്കെ ഈ ചെടി നട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഓരോ ഐഡിയ വെച്ചിട്ട് ഈ ചെടി ചെയ്യാവുന്നതാണ്. അതേപോലെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ചെടിയൊക്കെ നട്ടു. ഇനി ഈ ചെടി നമ്മൾ കൂടുതൽ അങ്ങോട്ട് മണ്ണിലേക്ക് ഉഴിഞ്ഞിറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ അതിനെന്ത് ചെയ്യും, നമ്മൾ കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും. ചുറ്റും നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് മണ്ണെല്ലാം ഒന്ന് പിന്നെ സെറ്റാവും. അപ്പൊ ചെടിയെല്ലാം അനങ്ങാതെ നല്ല സെറ്റായിട്ടിരിക്കും. അല്ലാതെ നമ്മൾ കൈകൊണ്ട് എത്ര ഡ്രൈ ആയിട്ടിരിക്കുന്ന മണ്ണിനകത്ത് എത്ര നമ്മൾ കുഴിച്ചു വെച്ചാലും ആ ചെടി പൊങ്ങി വരികയുള്ളൂ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് സെറ്റായിട്ടിരിക്കും. പിന്നെ വളം ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇപ്പം ഞാൻ ഇതിനകത്ത് പിന്നെ കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കാം. ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും. ഇതാ ഇപ്പം ഇത് കണ്ടോ, ഇത് 2 മാസം കഴിഞ്ഞിട്ട് അതേ ചട്ടിയിൽ ഉള്ള ചെടിയാണേ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. നല്ല വെയിലത്ത് ഹാങ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ട് ചട്ടി നിറഞ്ഞ് ചെടി വളർന്നിട്ടുണ്ട്. നല്ല കളർ, നല്ല ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയിൽ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.